ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായവി ട്രേഡിംഗ്. അപ്പോൾ ഈ ഒരു സംഗതികൾ വായിച്ചു നോക്കുക, വാർണിങ്സ് കംപ്ലീറ്റ് കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യങ്ങളൊന്നുമല്ല, ഏർക്ക് അറിയാത്തവർക്ക്, പഠിക്കാത്തവർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക, ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു റിയൽ അക്കൗണ്ടിലേക്ക് ട്രേഡ് എടുക്കാനും ഇതൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? നമ്മൾ സാധാരണ കോട്ടക്സിൽ നമ്മൾ ബൈനറി ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചില സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം മുമ്പ് ഞാൻ കുറേ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഞാനിങ്ങനെ പരിചയപ്പെടുത്തുമായിരുന്നു നിങ്ങൾക്ക്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഓക്കെ, കാരണം വേണ്ടെന്ന് വെച്ചാൽ ഒരു കാരണമല്ല, പിന്നെ അതിനുള്ള സമയവും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തു. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് എന്നല്ല, ജസ്റ്റ് ദർ ആസ്കിങ്. ഓക്കെ, എന്താണ് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടോ? എന്തിനാണ് ഒരു ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഗോൾഡ് ട്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റീൻ്റെ അത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാൽ പിന്നെ ഒരു ഇൻഡിക്കേറ്റർ ആക്കാം. പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ട്, ഒരുപാട് പേര് ഇൻഡിക്കേറ്റേഴ്സ് വിൽക്കുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് എന്താ പറയുക 3,000 റുപ്പീസ്, 5,000, 20,000, 50,000 ഒക്കെ ഇൻഡിക്കേറ്റേഴ്സുകൾ സെയിൽ ചെയ്യുന്നു. അപ്പോൾ അത് ഞങ്ങൾ മേടിക്കണോ, അത് എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം, ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് ഒരു 90% അല്ലെങ്കിൽ 95% നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഫ്രീ ആയിട്ട് നമുക്ക് അതിൽ നിന്ന് പ്ലോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ജസ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ അവിടെ പോയിട്ട് ഒന്ന് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റർ കിട്ടും. ഈ എടുക്കുന്ന ഫ്രീ ഇൻഡിക്കേറ്റേഴ്സിലൊക്കെ ഒന്ന് മെർജ് ചെയ്ത് ചെറിയ വാല്യുവേഷനൊക്കെ മാറ്റി, ചെറിയ ഇക്വേഷൻസൊക്കെ മാറ്റിയിട്ടാണ് ഈ പെയ്ഡ് ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഒരു 90% ആൾക്കാർ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല കാരണം അതിനുള്ള അറിവും കാര്യങ്ങളും എനിക്കില്ല, എന്നാലും 90% ആൾക്കാർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സംഗതിയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടലിൽ മീനുണ്ട്, അത് എന്താ പറയുക, അത് ഫ്രീ ആണ് ആ മീൻ, അല്ലേ? അതെടുത്ത് കൊടുക്കുന്നവനാണ് പൈസ മേടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. അതുപോലെ തന്നെ ഈ ഇൻഡിക്കേറ്റർ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഇൻഡിക്കേറ്റേഴ്സുകൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളിൽ കാണുന്നതിൽ പല ആൾക്കാരും സെയിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ 20,000, 1,00,000, 50,000 ഒക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത്, ഇത് നിങ്ങളുടെ വയറ്റത്തിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമോ കാര്യങ്ങളോ വിചാരിക്കരുത്. ഇനി നിങ്ങളിൽ ഒരുപാട് പേര് നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സുകളൊക്കെ വാങ്ങിയിട്ട്, അയ്യടാ ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നല്ലോ, ഞാൻ പൈസ കളഞ്ഞു പോയല്ലോ എന്നുള്ള വിഷമവും വേണ്ട. ഓക്കെ, അതൊക്കെ ഒരു നേരം എന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഫെയ്ത്ത്, ഓക്കെ, എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ വലിയ ബിൽഡപ്പ് നിർന്നില്ല. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സപ്പോർട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഇൻഡിക്കേറ്റേഴ്സും നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് തരില്ല. അതിൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുള്ള നിങ്ങൾക്ക് ഗുണമുണ്ടാവുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു നിങ്ങൾ നടക്കാൻ വേണ്ടി ഒരു സ്റ്റിക്ക് ഉപയോഗിക്കുകയെന്ന് വെക്കുക, ഒരു സപ്പോർട്ടിങ് സ്റ്റിക്ക്. ആ സ്റ്റിക്കാണ് ഇൻഡിക്കേറ്റർ എന്ന് മാത്രമേ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ആ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടല്ല നിങ്ങൾ നടക്കുക, അല്ലേ? നിങ്ങൾക്ക് എന്താണോ പ്രോബ്ലം, നിങ്ങൾക്ക് നടക്കാൻ ചെറിയ അല്ലെങ്കിൽ കാലുളുക്കുകയോ കാലൊടിഞ്ഞിട്ടോ ഉണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡിന് മാത്രമാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്വന്തം കാലിൽ നിൽക്കുന്ന ആ ഒരു ടൈം പീരീഡ് മാത്രമാണ് നിങ്ങൾ അത് ഉപയോഗിക്കുക, ആ സ്റ്റിക്ക് ഉപയോഗിക്കുക. സോ ദ സെയിം വേ യു ഹാവ് ടു തിങ്ക് ദാറ്റ് ഓൺ. ഞാൻ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത് എന്താണ് ഒരു ടൈം, എനിക്കൊരു ഒരു നോളജ്, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ മായാവീൻ്റെ 2 ഇൻഡിക്കേറ്ററാണ്. ഒന്ന് BTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറക്സ്, മറ്റേ ഗോൾഡ്, എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. 2 മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന വേറൊരു ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇത് 2 ഇൻഡിക്കേറ്ററാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനും, VIP ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനും, പബ്ലിക് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനും, ഈ 2 ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ഇനി അതിന് വേണ്ടിയിട്ട് അയ്യോ മായാവീൻ്റെ ട്രേഡിംഗ് ഗ്രൂപ്പിൽ ചേരണമല്ലോ, അല്ലെങ്കിൽ
ജോയിൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തല പോയിക്കൊന്നും വേണ്ട. കാരണം നമുക്ക് നമ്മുടെ VIP ഗ്രൂപ്പുണ്ട്, ആവശ്യത്തിന് ആൾക്കാരുണ്ട്. ഓക്കെ, ആവശ്യത്തിന് ആൾക്കാരുണ്ട്, അവർ ട്രേഡ് ചെയ്യുന്നുണ്ട്, അവർ നല്ല പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലാവുന്നില്ലേ? എന്നും പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് കോട്ടക്സിൻ്റെ നമുക്ക് ട്രേഡിംഗ് ഗ്രൂപ്പ് തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വേറൊന്ന് വെച്ചാൽ ദുബായ് സെക്ഷൻ UAE കോട്ടക്സിൻ്റെ VIP ഗ്രൂപ്പും അതുമുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. നമ്മൾ ദുബായിലുള്ള ആൾക്കാർ, UAEയിലുള്ള ആൾക്കാർ എന്ന് ഉദ്ദേശിച്ചാൽ ഇന്ത്യയിലില്ലാത്ത ആൾക്കാർ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഗ്രൂപ്പ് രാത്രി 10:30-ക്കാണ്. അപ്പോൾ 10:30-ക്ക് അവൈലബിൾ ഉള്ള എവിടെയൊക്കെ ആൾക്കാരുണ്ടോ, ഇനി ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഇന്ത്യയിലായാലും ദുബായിലായാലും ഫ്രാൻസിലായാലും എവിടെയായാലും ഇന്ത്യൻ ടൈം 10:30-ക്ക് ആരെങ്കിലും അവൈലബിൾ ആണോ അവർക്ക് ഈ ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പറയാം. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ 3 മിനിറ്റ്സിലാണ് ഞാൻ നോക്കും. 3 മിനിറ്റ്സിൽ നമുക്ക് ചെയ്യാം, 10 മിനിറ്റ്സിൽ ചെയ്യാം. ഓക്കെ, 3 മിനിറ്റ്സ്, 1 മിനിറ്റ്. 1 മിനിറ്റിൽ വേണ്ട, 1 മിനിറ്റിൽ നിങ്ങൾ നോക്കണ്ട. കാരണം 1 മിനിറ്റിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബൈയും സെല്ലും തന്നിരിക്കുന്നതുകൊണ്ട് നമുക്കതൊരു കൺഫ്യൂഷൻ വരും. 3 മിനിറ്റ്സ്, 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ്, 15 മിനിറ്റ്സ്. ഓക്കെ, 10 മിനിറ്റ്സ് ഒക്കെ വരുന്നത് വെച്ച് നിങ്ങൾക്കറിയാം ഇത് പെയ്ഡ് വേർഷനാണ്. ഇത് പക്ഷേ നമ്മുടെ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പെയ്ഡ് വേർഷൻ വേണ്ട, നോർമൽ വേർഷൻ മതി. ഓക്കെ, ഫ്രീ വേർഷൻ മതി. ഓക്കെ, ട്രേഡിംഗ് വ്യൂവിൻ്റെ ഫ്രീ വേർഷൻ മതി. ഓക്കെ, സോ ഞാനിത് പ്ലോട്ട് ചെയ്യണം, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇത് പ്ലോട്ട് ചെയ്തു. ഓക്കെ, മായാവി ട്രേഡിംഗ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇൻഡിക്കേറ്റർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നെഞ്ചത്തടിക്കാനൊന്നും നിൽക്കണ്ട. കുറച്ച് പേര് നെഞ്ചത്തടിക്കും. കാരണം അവർ ഓൾറെഡി പല ആൾക്കാർക്കും, പല ഹിന്ദിക്കാർക്കോ മലയാളികൾക്കോ തമിഴന്മാർക്കോ ആർക്കൊക്കെയോ പൈസ കൊടുത്ത് ഇതുപോലുള്ള ഒരു ഇൻഡിക്കേറ്റർ വാങ്ങിയിട്ടുണ്ട്. പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഇത്ര അക്രസി ഇല്ലെങ്കിൽ പോലും ഓക്കെ, ഏകദേശം ഒരു ഇതുപോലെയുള്ള ഇത് നിങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എത്രയാണെന്നുള്ള എമൗണ്ടും എനിക്കറിയാം, അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് പോട്ടെ. ഓക്കെ, സോറി ഐ എം വെരി സോറി. ഞാൻ ആരുടെ വയറ്റത്ത് പഠിക്കാനുള്ളതല്ല. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പ്ലോട്ട് ചെയ്തതും. ഇത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂവിൽ ഇൻഡിക്കേറ്റേഴ്സിനെയാണ് ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ചെയ്തു എന്ന് മാത്രം. അല്ലാതെ ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഇൻഡിക്കേറ്റേഴ്സ് ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ പല ഇൻഡിക്കേറ്റേഴ്സുകളും മെർജ് ചെയ്തിട്ട് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള എൻട്രി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേറ്ററാണിത്. ഇനി നമുക്കിതൊന്ന് പല ഇൻഡിക്കേറ്റേഴ്സുകളും അതിന് മുമ്പ് പല ഇൻഡിക്കേറ്റേഴ്സുകളും ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സാണ്. ഇപ്പോൾ ഇവിടെ ഒരു ആരോ മാർക്ക്, ഇതാണ് നമ്മുടെ എൻട്രി പോയിൻ്റ്. ഇത് നമുക്കിവിടെ ഒരു ആരോ മാർക്ക് തന്നപ്പോൾ ഈ ചില ഇൻഡിക്കേറ്റേഴ്സിൽ ഈ ആരോ മാർക്ക് വരുന്ന എവിടെയാണെന്ന് അറിയാം. ചിലപ്പോൾ ഇവിടെയും വരെയൊക്കെ ക്യാൻഡിൽ എത്തിയതിന് ശേഷമായിരിക്കും ഇവിടെ ആരോ മാർക്ക് കാണിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സുകളൊക്കെ ഒരുപാട് നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഓക്കെ, ട്രേഡിംഗ് വ്യൂവിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ലാഗിങ് ആണോ എന്നതൊക്കെ നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ഇത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം. കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ചെക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് കയ്യിലെത്താൻ ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും. ഞാനും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓവറോൾ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാകും. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഡൗണിലേക്ക് ഒരു എൻട്രി തന്നു. ഇവിടെ ശ്രദ്ധിക്കുക, റെഡ് ഒരു ലൈൻ വന്നേക്കണുണ്ടോ എന്ന് വെച്ചാൽ ഇവിടുന്ന് തൊട്ടേ എന്ത് ചെയ്തു, ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ടായി. പക്ഷേ നമുക്ക് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ടായാലും നമ്മളോട് അപ്പം പറയില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും ഒരുപാട് സ്ട്രാറ്റജികളും പ്രൈസ് ആക്ഷൻസൊക്കെ നോക്കി എവിടെയാണ് കറക്റ്റായിട്ടുള്ളൊരു എൻട്രി കിട്ടുക എന്നുള്ളത് അവിടെ കറക്റ്റായി ആ സ്ഥലത്താണ് നമുക്ക് എന്ത് വരിക, ഒരു ആരോ മാർക്ക് വരിക. അത് അപ്പിലേക്കാവാം, അത് ഡൗണിലേക്കാവാം. ഉണ്ടോ? ഇവിടെ ഒരു ആരോ മാർക്ക് വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് നിങ്ങൾ എൻട്രി പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഗോൾഡ് ആയതുകൊണ്ട് എൻട്രി പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും എൻട്രി പ്രൈസ് ഇവിടെ കൊടുക്കും. അപ്പോൾ ആ എൻട്രി പ്രൈസിൽ കറക്റ്റായിട്ട് ട്രേഡ് എടുക്കുക. എങ്ങോട്ട് എടുക്കുക? ഡൗണിലേക്ക് എടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ കണ്ടോ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇവിടെ TP1, TP2, 3P3 എന്നാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഞാൻ വൈറ്റാണ് കൊടുത്തത്. ബ്ലാക്ക് കൊടുക്കേണ്ടതിന് പകരം വൈറ്റ് കൊടുത്തു. അതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാത്തത്. ഓക്കെ, T1, T2, T3 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വെയിറ്റ് ചെയ്യുക. T1 അടിക്കുന്നു, T2 അടിക്കുന്നു, T3 അടിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു അടുത്ത ആരോ മാർക്ക് വരുന്നത് വരെ, മനസ്സിലാവുന്നുണ്ടോ?
അടുത്ത ആരോ മാർക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ആരോ മാർക്ക് വന്നു, സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഓക്കെ, അടുത്ത ആരോ മാർക്ക് വന്നു, കിട്ടി. നോക്ക്, ആ സ്റ്റോപ്പ് ലോസ് എത്ര അടിച്ചാൽ ചിലപ്പോൾ 20-30 പോയിൻ്റ് അടിച്ചിട്ടുണ്ടാവും. ഇവിടെ കിട്ടുന്ന 500 പോയിൻ്റ് 600 പോയിൻ്റ് ആയിരിക്കും കിട്ടുക. നിങ്ങൾ അടുത്ത ആരോ മാർക്കിന് വെയിറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് കണ്ടോ ഇത്രയാണ്. പക്ഷേ ഞാനത് പറയുന്നില്ല. നിങ്ങളുടെ TP1 TP2 അടിക്കുമ്പോൾ തന്നെ നിങ്ങൾ നിർത്തിക്കോളുക, ബിഗിനേഴ്സ്. ഓക്കെ, അതിനുശേഷം നമുക്കൊരു പ്രാക്ടീസൊക്കെ വന്നതിന് ശേഷം മാത്രം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഇതാണ് നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചത്. ഇതാണെന്നല്ല, ഇതുപോലുള്ളതാണ് നിങ്ങൾ മേടിച്ചത്. ഓക്കെ, അവിടെ നിങ്ങൾ എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു ആരോ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ അതിന് എൻട്രി പോയിൻറ്റും സ്റ്റോപ്പ് ലോസും ടേക്ക് 1 ടേക്ക് 2 ടേക്ക് 3 TP1 TP2 TP3 എല്ലാം ഉണ്ടാവും. അത് നോക്കിയിട്ട് ട്രേഡ് എടുത്താൽ മതി. ഇനി വേറെ കാര്യം, ഇതും നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തതിന് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ പരിപാടി റിയലിലേക്ക് ചെയ്യാൻ പാടുള്ളൂ. കണ്ടോ, ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞുതരും, ഇതിൻ്റെയൊക്കെ ഇതൊക്കെ പറയും. അതെ, ഈ ഒരു ഏരിയ ഉണ്ട്, ഈ ഒരു ഷാഡോ ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഞാനൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ, ഞാനിതൊരു പിച്ച് വെച്ച് നടക്കുകയാണ്. ഓക്കെ, ഞാനും നോക്കട്ടെ. ഇനി നമുക്കിതൊന്ന് എന്താ പറയുക നോക്കാം, ഇതെങ്ങനെയാണ് വരുന്നത്. ഈ ആരോ മാർക്ക് ലൈവായിട്ട് വരുന്നുണ്ടോ, ലാഗിങ് ആയിട്ടാണ് വരുന്നത്, റിയൽ ആയിട്ടാണ് വരുന്നത്, നമുക്ക് ഇതിലൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് റിപ്ലൈ എടുത്തിട്ട് നമുക്കൊന്ന് റിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ക്യാൻഡിൽ നിങ്ങളിവിടെ നോക്കിക്കോളുക. ഞാൻ ഇവിടെയാണ് ക്യാൻഡിലുള്ളത്. ഓക്കെ, ഇവിടെ നിന്നാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടെയാണുള്ളത്. ഇത് പെയ്ഡ് വേർഷനാണ്. നിങ്ങൾ പെയ്ഡ് വേർഷൻ എടുക്കൊന്നും വേണ്ട. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് സാധാരണ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് എന്തടിക്കുക, ട്രേഡിംഗ് വ്യൂ എന്ന് അടിച്ചു കഴിഞ്ഞിട്ട് ആ ഫ്രീ വേർഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിന്. ഓക്കെ, ഞാൻ പ്ലേ കൊടുത്തു. നോക്കുക, ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടില്ല. സോറി, ഇവിടെ വന്നു കേട്ടോ. ആരോ മാർക്ക് ഇവിടെ വന്നു കണ്ടോ. ആരോ മാർക്ക് എവിടെയാണ് വന്നത്? ഇവിടെ വന്നു. നമ്മൾ എൻട്രി പ്രൈസ് എവിടെയാണ്? എൻട്രി പ്രൈസ് 335 എത്തിയപ്പോൾ അതിൻ്റെ മാർക്ക് കറക്റ്റായിട്ട് വന്നു. നമ്മൾ എൻട്രി പ്രൈസിൽ നമ്മൾ എടുത്തു. നമ്മൾ T1 അടിച്ചു, T2 അടിച്ചു, T3 അടിച്ചു. പക്ഷേ എനിക്ക് കുറച്ച് പൈസ ഉണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യും, അടുത്ത ആരോ മാർക്ക് വരെ ഞാൻ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ കൊണ്ടുപോയിട്ട് എൻ്റെ T2ൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കും. പിന്നെ എനിക്ക് ലോസ് വരില്ല. അല്ലെങ്കിൽ T3 കൊണ്ടുവയ്ക്കും. എനിക്ക് പിന്നെ ലോസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ നോക്കും. ഇതൊക്കെ നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കേട്ടപ്പാ. അല്ലാതെ കൊണ്ടുപോയിട്ട് റിയൽ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് മായാവി കാണിച്ചു തന്നു, മായ ട്രേഡിങ്ങിൽ അവർ കാണിച്ചു തന്നു, അഭിപ്രോ കാണിച്ചു തന്നു, എന്താണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് കാണിച്ചു തന്നു, ഞാൻ ഇപ്പം തന്നെ കൊണ്ടുപോയിട്ട് റിയൽ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ടെന്ന് വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയിടല്ലേ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ റെസിസ്റ്റൻസ് കണ്ടോ? ഇപ്പോൾ കണ്ടോ നിങ്ങൾ? റെസിസ്റ്റൻസ് അവിടെ ഫോമായി, അതോടുകൂടി മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു. എന്നിട്ടും ഇവിടെ ആരോ മാർക്ക് വന്നിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ആരോ മാർക്ക് ഡൗണിലേക്ക് എൻട്രി എടുക്കാൻ നമ്മളോട് എന്നിട്ടും പറഞ്ഞിട്ടില്ല. ഡൗൺ ട്രെൻഡ് ആയി, പക്ഷേ എന്നിട്ടും നമ്മളോട് പറഞ്ഞില്ല. നമ്മളോട് പറയുന്നത് എവിടെയാണെന്ന് നോക്കി. ഇവിടെയാണ്, ഈ ക്യാൻഡിലാണ് പറഞ്ഞത്. ഈ ക്യാൻഡിൽ പറഞ്ഞപ്പോഴത്തേക്ക് എൻട്രി പ്രൈസ് നമുക്ക് തന്നത് ഇവിടെയാണ്. മനസ്സിലായോ? റീപ്ലേ അത്രയേ ഉള്ളൂ. കണ്ടോ, ഇന്ന് ഞാനിപ്പോൾ ഈ 21 ജൂലൈയിൽ 1:49 അയ്യോ 1:49 1:50 നമ്മുടെ VIP സെക്ഷൻ 2 മണിക്കാണ്. ഓക്കെ, പിന്നെ 10 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് തീർക്കാം. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇതാണ് കണ്ടോ, ഇവിടെ ആരോ മാർക്ക് തന്നു, നിങ്ങൾ ട്രേഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. നോക്കി, ഇവിടെയാണ്. ഇനി ഇതെന്താണ്? ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് മുഴുവൻ അടിച്ച് നമുക്ക് പ്രോഫിറ്റ് വരും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ആരോ മാർക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ആരോ മാർക്ക് വന്ന് എൻട്രി പ്രൈസ് കറക്റ്റായിട്ട് അടിക്കുക. ആ എൻട്രി പ്രൈസ് ഇവിടെ കാണിച്ചാലും അതെങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്നുള്ളത് അത് ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അതെങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരും. അല്ലാതെ വെറുതെ എൻട്രി പ്രൈസ് കണ്ടു എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയിട്ട് എടുക്കരുത്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഇതുണ്ട്, അതൊക്കെ ബ്രേക്ക് ചെയ്ത് പോകണം. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സംഗതികൾ കാണുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡിങ്ങിൻ്റെ അവസാന വാക്കായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ഒന്നുമല്ല. ഇതിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഡെമോ അക്കൗണ്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം, അല്ലാതെ റിയൽ അക്കൗണ്ടിൽ കൊണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യരുത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഈ ഇൻഡിക്കേറ്റർ മാത്രമല്ല നിങ്ങളുടെ പ്രോഫിറ്റും കാര്യങ്ങളും നിശ്ചയിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഞാനധികം എന്താ പറയുക വലിച്ചു നീട്ടുന്നില്ല.
നമുക്ക് അടുത്ത സെക്ഷൻ തുടങ്ങാനായി. അടുത്ത സെക്ഷൻ എത്ര മണിക്കാണ്? അടുത്ത സെക്ഷൻ ഈ അടുത്ത സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണിക്കാണ്. നമ്മൾ ഓരോ ദിവസവും രാവിലെ 8 മണി മുതൽ രാവിലെ 8 മണിയല്ലല്ലോ, രാവിലെ 11 മണിക്ക് ഫസ്റ്റത്തെ ട്രേഡ് നമുക്ക് വരുന്നത് 11 o'clockനാണ്. ഇവിടെ ടൈം ഉണ്ടാവും. ഇത് നമ്മുടെ പബ്ലിക് ഗ്രൂപ്പ് കേട്ടോ, മയോ ട്രേഡിങ്ങിൻ്റെ പബ്ലിക് ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ ഞാനിടാം. ഓക്കെ, നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് രാവിലെ 11 മണിക്കുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്കുണ്ട്, പിന്നെ 9 മണിക്കുണ്ട്. 3 നേരം, 1 വീതം 3 നേരം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിന് ഈ ഇൻഡിക്കേറ്ററിന് വെയിറ്റ് ചെയ്യുക. എല്ലാം ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഓക്കെയാണ്, എനിക്ക് തോന്നുകയാണ് ഓക്കെ, ഇതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട്, കാര്യമുണ്ടെന്നറിയുകയാണെങ്കിൽ മാത്രം ഞാൻ ഇത് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. താങ്ക് യു.